കുഞ്ഞായിരുന്നാൽ മതി എന്ന് തോന്നിയത് ഇപ്പോഴാണ്. വലുതാകുമ്പോഴല്ലേ ഇതിൻ്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവുന്നേ. പണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റുണ്ട് അമ്മേ എന്നുള്ളൊരു വീട്, രാവിലത്തെ ഫുഡ് റെഡി, ഉച്ചയ്ക്ക് എന്താ, വൈകുന്നേരം എന്താ എന്ന് മാത്രമുള്ള ചോദ്യം അറിയാം. അതേപോലെ തന്നെ അതിലും ചെറുതായിരുന്നപ്പോൾ ഡിമാൻഡിങ്, അമ്മേ ഇന്ന് എനിക്കിത് മതി, ഉച്ചയ്ക്ക് എനിക്കിത് വേണം എന്നൊക്കെയായിരുന്നു. പാവം, ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് വന്നാലും ഇതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. ഒരിക്കൽ പോലും ഒരു പരാതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലായത്. ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ, ഇപ്പോൾ എനിക്കൊന്നാണ് ഇഷ്ടമെങ്കിൽ ചേട്ടനൊന്നായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം. ആ സമയത്തേക്ക് ഒരിക്കലും പരാതി പറയാതെ എത്രയോ മണിക്കൂർ ട്രാവലൊക്കെ ചെയ്ത് 6-7 മണിക്ക് വന്നാലും പാവം അത് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നും, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പക്ഷേ എന്താ, കുഞ്ഞായിരുന്നല്ലോ, അതിനുള്ള ബുദ്ധിയും ബോധം ഉണ്ടായിരുന്നില്ല. എന്നാലോ ഇന്നോ ചിന്തിക്കാനുള്ള ബോധമുണ്ട്. എന്നാൽ പോലും വീട്ടിൽ ചെന്നാൽ അമ്മേ എനിക്കിതൊന്നും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാൻ ഒരു മടിയില്ല. അത് വേറൊന്നുമല്ല കേട്ടോ, അമ്മയുടെ കൈപ്പുണ്യൊന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ടും അതേപോലെ തന്നെ അത് കുറച്ച് ടേസ്റ്റ് ആയതുകൊണ്ടാണ്. എന്നാലും ഇന്നിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്നത് ദം ബിരിയാണി കേട്ടോ, കോഴിക്കോടൻ ദം ബിരിയാണി. പക്ഷേ ഈ പ്രിപ്പറേഷൻസ് എൻ്റെ അല്ല കേട്ടോ. ഈ പ്രിപ്പറേഷൻസ് ഇവിടെയുള്ള കുറച്ച് വലിയ വലിയ പുള്ളികളുടെയാണ്. അവരത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, എന്താ ജീവിച്ചു പോവാം. എന്നാലും നമ്മുടെ അത്യാവശ്യം സഹായങ്ങളും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്